പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ കർത്തൃദാസന്മാരെയും മിറക്കുലസ് ഹാൻഡ്സ് ഓഫ് മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങൾ ഹൃദയമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അല്പനേരം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനി ജോസ് നമ്മൾ മധ്യത്തിലുണ്ട്. പകലിനോട് ചേർന്ന് അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടാം. ഫാനി, അനുഗ്രഹീതമായ നല്ല രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ചെയ്യൂ. ആമേൻ. ജീവിതത്തിൽ എന്ത് ഭവിച്ചെന്നാലും എന്ത് സഹിച്ചെന്നാലും എല്ലാം നന്മയ്ക്കായിട്ടാണ്. പരിശോധനകൾ, മനോവേദനകൾ, ഭയമേറും വിധം എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകുകയില്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ നാമം ഉയർത്താം. ആ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കി നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. നന്മ ചെയ്യുവാൻ നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നും ഇനി ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നും ഇനി ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി. എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. അങ്ങേക്കും നിന്റെ ദാസർക്ക് നന്മയല്ലാതൊന്നും ഇനി ചെയ്തിടുമോ? എന്നെ പേർ ചൊല്ലി വിളിച്ചിടുക കൃപ തോന്നിയെന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി. എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. പരിശോധനകൾ, മനോവേദനകൾ, ഭയമേതും വിധമെന്നിൽ വന്നിടുമ്പോൾ കരി പോലും കുറവില്ല സ്നേഹം എന്നിൽ ചൊരിഞ്ഞിടും നാഥൻ പോക്കുവഴിയും തരും. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി. നീ മാത്രമേ, നീ മാത്രമേ,
ആശയേ നീയൊന്നു മാത്രമേ, എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയേ നീ ഒന്നു മാത്രമേ. കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് നന്മയാണ്. കർത്താവേ, ഞങ്ങൾക്ക് നന്മ ചെയ്യുവാൻ അവിടുന്ന് കൃപ തരണമേ. ദിവസം മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. നമ്മൾ ഒരുമിച്ച് കൈകൾ അടിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവിനെ പാടി നമ്മൾ ആരാധിക്കുന്നതിന്റെ പ്രധാന കാരണം യേശു ക്രൂശിലെ ജയാളിയായതുകൊണ്ടാണ്. നമ്മൾ ആരാധിക്കുന്നത് കർത്താവ് സ്തുതികൾക്ക് യോഗ്യനാണ്. അതുകൊണ്ട് എല്ലാം മറന്ന് നമ്മൾ കർത്താവിനെ ഹൃദയപൂർവ്വം കൈകൾ അടിച്ച് അഭിഷേകത്തിൽ നിറവിൽ നമുക്ക് പാടി ആരാധിക്കാം, പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. തുതിച്ചിടാം യേശുവിനെ, തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. തുതിച്ചിടാം യേശുവിനെ, തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഹല്ലേലൂയ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഓ, ഏറ്റുപറയാം യേശുവിനെ, കർത്താവേ, കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവേ, കർത്താവിനെ. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഓ, ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കിപ്പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവരെ. ആമേൻ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. ഓ, നോക്കിപ്പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവരെ. ഹല്ലേലൂയ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഹല്ലേലൂയ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ
ഇന്ന് രാത്രിയിലും ശക്തീകരിക്കുന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം. ദൈവവചനത്തിന്റെ നിറവുകൾ നമ്മുടെ മേൽ അവിടുന്ന് പകരണമേ. അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കാൻ കൃപ ചെയ്യണം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Rajan Kunyapi and Ramesh Stephen, God bless you. Thank you. ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിറാക്കുലസ് ഹാൻഡ്സ് ഓഫ് ജീസസ് മിനിസ്ട്രിയിലെ ഇന്നത്തെ കേൾക്കാമോ? ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇത് ടെസ്റ്റിമണിയുടെ സമയമാണല്ലോ. അതിനായിട്ട് ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ പൊന്നച്ചൻ ജോർജ് ആണ്. പാസ്റ്ററിന്റെ സ്വദേശം അടൂർ ഏലംകുളമാണ്. കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുമായിട്ട് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ് പാസ്റ്റർ പൊന്നച്ചൻ ജോർജിൻ്റെത്. 1996 മുതൽ ആസാമിന്റെ പ്രദേശത്ത്, ആസാം സ്റ്റേറ്റില് ദൈവവേലയിലായിരിക്കുന്നു. ഈ കാലയളവിലൊക്കെയും മരണത്തെ മുഖാമുഖം കണ്ട സമയങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 7 ദിവസം ബന്ധിയായിട്ട് കാട്ടിലൊക്കെയും വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലും വിടുതലും ലഭിച്ച ഒരു ജീവിത സാക്ഷ്യമാണ് ഇന്ന് നമ്മോട് പാസ്റ്റർ പൊന്നച്ചൻ ജോർജ് പങ്കുവയ്ക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് ആ വാക്യത്തിനെ ആധാരമാക്കിക്കൊണ്ട് തന്നെ ഇന്ന് ദൈവപ്രവൃത്തിയെ വർണ്ണിക്കുവാനായിട്ട് പാസ്റ്റർ പൊന്നച്ചൻ ജോർജിനെ ഹാർദവുമായിട്ട് മിറാക്കുലസ് ഹാൻഡ്സ് ഓഫ് ജീസസ് മിനിസ്ട്രിയുടെ ഈ ടെസ്റ്റിമണി ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു പാസ്റ്റർ പൊന്നച്ചൻ ജോർജ്. താങ്ക് യു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ സൂം മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ഉമ്മൻ, അതുപോലെ തന്നെ ഇന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താവിന്റെ ദാസി, അതുപോലെ തന്നെ ഈ രാവിലെ സമയം ഈ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ഗോഡ് മിനിസ്ട്രിയുടെ ഭാഗവാക്കായി ഇന്ന് ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസിദാസന്മാർക്കും വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആസാമിൽ നിന്ന് അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നല്ല. എന്നാൽ കർത്താവിന്റെ ഹിതവും യോജന പ്രകാരമാണ് ഞാൻ ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ കഴിഞ്ഞ കാല ദിനങ്ങളിൽ കർത്താവിനെ നടത്തിയ കർത്താവിന്റെ വിടുതലിനെ കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു ആത്മീയ ഉത്തേജനത്തിനും അതൊരു അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രിയ ഉഷ ജോൺ സിസ്റ്റർ പറഞ്ഞ പ്രകാരം എന്റെ പേര് പാസ്റ്റർ പൊന്നച്ചൻ ജോർജ്. ഞാൻ നാട്ടിൽ എന്റെ വീട് അടൂർ ഏഴംകുളം പഞ്ചായത്തിലാണ്. കൈതപ്പറമ്പ് എന്ന സ്ഥലത്താണ് എന്റെ വീട്. കൈതപ്പറമ്പ് അവിടെയുള്ള ഷാരോൺ ചർച്ചില് ഒരു മെമ്പറായി കഴിഞ്ഞ 10-35 വർഷമായി ഞങ്ങൾ അവിടെ ആരാധിക്കുന്നു. അപ്പൊ തന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. സ്തോത്രം. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് എനിക്ക് എന്റെ ജീവിതത്തിൽ അവസരം നൽകിയത്, എനിക്ക് ലഭിച്ചത്. സ്തോത്രം. അന്നൊക്കെയും മർത്തോമ, എന്റെ അമ്മ വീടാണ് യാക്കോബക്കാരാണ്. എന്റെ അപ്പച്ചന്റെ വീട്ടുകാരാണെങ്കിൽ മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞങ്ങളുടെ കുടുംബം ഒരു വലിയ പ്രതിസന്ധി കൂടെ കടന്നുപോയ ഘട്ടത്തിലാണ് ഞാൻ ഈ കർത്താവിനെ എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകിയത്. സ്തോത്രം. ലഭിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ 4ാമത്തെ വ്യക്തിയാണ്. എനിക്ക് 4 സഹോദരിമാരും ഞങ്ങൾ 2 ബ്രദേഴ്സാണ്. എനിക്കൊരു എൽഡർ ബ്രദറുണ്ട്. അദ്ദേഹം നാട്ടിലായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബം ഒരു വലിയ പ്രതിസന്ധി കൂടെ കടന്നുപോയ ഘട്ടത്തിലാണ് ഞങ്ങൾ കർത്താവിനെ
രുചിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം ലഭിച്ചത്. സ്തോത്രം. എന്റെ പിതാവ് ഒരു ബിസിനസ് മറ്റുള്ള പല കാര്യങ്ങൾക്ക് ഏർപ്പെട്ട് അദ്ദേഹം ഒരു വലിയ എല്ലാം നഷ്ടമായി തീർന്നപ്പോൾ ഒരു വലിയ തികഞ്ഞ മദ്യപാനിയായി തീർന്നപ്പോൾ അപ്രകാരം ജീവിതത്തിൽ ഭവനത്തിൽ ജീവിതത്തിൽ വളരെ നിരാശയും അശാന്തിയും നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ആ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിന്റെ ദൈവ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, സമാധാനത്തെ മനസ്സിലാക്കുവാൻ കർത്താവ് എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഇടയായത്. സ്തോത്രം. ഹല്ലേലൂയ. ആ സമയത്തൊക്കെ ഞങ്ങൾ അങ്ങനെ മറ്റ് ആരാധനയ്ക്കോ സഭയിലോ ഒന്നും പോകാത്ത സമയങ്ങളായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങളെ തേടി വന്ന ആ ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ ആ ഒരു സാക്ഷിയായി നിലനിൽപ്പാൻ കർത്താവ് എന്നെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ കർത്താവിന്റെ വചനം പഠിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിനുശേഷം ഞാൻ എറണാകുളത്തുള്ള ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം ലഭിച്ചു. എന്റെ 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന സമയത്താണ് ദൈവാത്മാവ് എന്നോട് ഇടപെടുകയും അപ്രകാരം എനിക്കൊരു അവസരം ലഭിക്കുകയും ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഏതാണ്ട് ഞാൻ 84 മുതൽ 1988 വരെയുള്ള സമയം ഞാൻ എറണാകുളത്തുണ്ട് ബൈബിൾ കോളേജിൽ പഠിക്കുവാനും അതിനുശേഷം കർത്താവിന്റെ വേലയുടെ ബന്ധത്തിൽ നോർത്ത് ഇന്ത്യ കടന്നു പോകുവാൻ ഒരു വലിയ അവസരം കർത്താവ് എനിക്ക് നൽകി. ഞാൻ അവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അപ്രകാരം ഒരു ബേർഡൻ കർത്താവ് എനിക്ക് തരികയും ഞാൻ നോർത്ത് ഇന്ത്യ കടന്നു പോകുവാൻ, നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിൽ കടന്നു പോകുവാനിടയായി. അവിടെ ഒരു ടീമിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേല ആരംഭിക്കുവാൻ ആ സമയത്തൊന്നും എനിക്ക് ഹിന്ദിയോ മറ്റു ഒരു ലാംഗ്വേജ് എനിക്ക് അറിയത്തില്ല. എന്നാൽ അതിന്റെ മധ്യമൊക്കെയും കർത്താവ് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കർത്താവ് എനിക്ക് സഹായിച്ചു. ഡൽഹിയിലുള്ള PTL പോക്കറ്റ് ലീഗ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയോട് ചേർന്ന് ഞാൻ UP, ഹരിയാന, പഞ്ചാബ് പല സ്ഥലങ്ങളിൽ പോയി കർത്താവ് ഞങ്ങളന്ന് ലഘുലേഖകളാണെങ്കിൽ ഓരോ കുടുംബങ്ങളിൽ ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കുകയും അപ്രകാരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ മിനിസ്ട്രി സമയത്തും ഏതാണ്ട് 8 പ്രാവശ്യത്തോളം സമയം ഞാൻ RSSന്റെയും മറ്റു പല സുവിശേഷ വിരോധികളിൽ നിന്ന് കയ്യിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മർദ്ദനം ലഭിക്കുവാനൊക്കെ ഇടയായി. ആ സമയത്തൊക്കെയും ജീവിതത്തിൽ ഒത്തിരി നിരാശകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നെങ്കിൽ തന്നെയും ഞാനിത് ഈ വേലയിട്ടിട്ട് ഞാൻ തിരിച്ചു പോകുന്നൊക്കെ ചിന്തിച്ച സമയങ്ങളും പലപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് മധ്യമൊക്കെയും കർത്താവ് ഹല്ലേലൂയ എന്നെ തിരഞ്ഞെടുത്ത് വിശ്വസ്തൻ തന്നെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് പ്രകാരമാക്കിയത് കൊണ്ടാണ് മാത്രമാണ് ഇന്ന് ഈ രാവിലെ സമയം നിങ്ങളുടെ മധ്യയെ കർത്താവിന്റെ ഒരു സാക്ഷിയായി നിലനിൽപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തിയത്. സ്തോത്രം. അതിനുശേഷം ഞാൻ 96 ഞാൻ 1996 ഞാൻ ആസാമിൽ ജോർഹഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വരുവാനിടയായി. അന്ന് വേറൊരു മിഷനുടെ ബന്ധത്തിലാണ് ഞാൻ കടന്നു വരുവാനിടയായത്. നോർത്ത് ഈസ്റ്റിന്റെ പല സ്റ്റേറ്റുകളിൽ കടന്നുപോയി കർത്താവിന്റെ വേലയുടെ ബന്ധത്തിൽ പല സ്ഥലങ്ങളിലും പല നിലയിലും പ്രവർത്തിക്കുവാൻ കർത്താവ് എനിക്കും അവസരം നൽകി. സ്തോത്രം. ഹല്ലേലൂയ. അന്നൊക്കെ ഞാൻ ഇവിടെ നോർത്ത് ഈസ്റ്റ് കടന്നു വരുന്ന സമയത്ത് ഒത്തിരി പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു നോർത്ത് ഈസ്റ്റിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തീവ്രവാദികളുടെ പലവിധമായ പ്രവർത്തനങ്ങൾ ആസാമിന്റെ പല സ്ഥലങ്ങളിലും തീവ്രവാദികളുടെ പല പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ആസാമിൽ കടന്നു വന്നതിന് ശേഷം ഞാൻ ത്രിപുര എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് കടന്നു പോകുവാനിടയായത്. ആ സ്ഥലത്ത് ഞാൻ കടന്നുപോയി ഏതാണ്ട് 7 വർഷത്തോളം ഞാൻ അവിടെയുള്ള ട്രൈബൽസിനിടയ്ക്ക് എനിക്ക് പ്രവർത്തിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. ഞാൻ അവിടെ ഒരു ട്രൈബൽ വില്ലേജിൽ താമസിച്ചുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തിക്കുവാൻ കർത്താവ് ഇടയാക്കി. അപ്പൊ തന്നെ എന്റെ കൂടെ അവിടെയുള്ള ചില ട്രൈബൽ ബ്രദേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ കർത്താവ് പല നിലയിലും എന്നെ നേതൃത്വം കൊടുക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കർത്താവ് അവസരത്തെ നൽകി. സ്തോത്രം. ഞാൻ അവിടെയായിരുന്ന സമയത്തൊക്കെയും പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ തീവ്രവാദികളുടെ മുൻപിൽ ഞങ്ങൾ പോയി പെടുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അവരപ്പോൾ ഞങ്ങൾ ചോദിക്കുമായി നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾ എവിടെ പോവുകയാണ്? അന്ന് പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെയുള്ള ട്രൈബലിനിടയ്ക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുകയും അവരുടേതായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ഇതൊക്കെ ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ അവരുമായിട്ട് കണ്ടുമുട്ടുവാനും എൻകൗണ്ടർ ചെയ്യുവാനൊക്കെയും ഫേസ് ചെയ്യുവാനൊക്കെ ഇടയായിത്തീർന്നത്. എന്നാൽ ഇതിന്റെ മധ്യമൊക്കെ ആ സമയത്തൊക്കെയും കർത്താവ് ഞങ്ങളെ വെടിവെച്ചു. എന്നാൽ 2000 ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ആസാമിൽ വന്നതിന് ശേഷമുള്ള എന്റെ ചില അനുഭവങ്ങളെ കുറിച്ച് നിങ്ങളുടെ മധ്യയെ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ 2003 ഞങ്ങൾ ത്രിപുര എന്ന് പറയുന്ന സ്ഥലത്ത് ത്രിപുരയില് ഞാൻ ആയിരുന്ന സമയത്ത് ഒരു ദിവസം സന്ധ്യാസമയം അവിടെ ആയിരുന്നപ്പോൾ ആ സമയത്തൊക്കെയും അവിടെ തീവ്രവാദികളുടെ പല സംഭവങ്ങൾ ഓരോ ദിവസവും അവിടെയുള്ള ബംഗാളികളെ പിടിച്ചോണ്ട് പോവുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയൊക്കെ ചെയ്യുന്ന പല സംഭവങ്ങൾ എന്റെ മുൻപിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം 2003 ഒരു ദിവസം സന്ധ്യാസമയമായപ്പോൾ ഞങ്ങളുടെ ഭവനത്തില് ഞങ്ങളുടെ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ
അന്ന് സന്ധ്യാസമയത്ത് ഒരു വലിയ ഫയറിങ്ങിന്റെ സൗണ്ട് എനിക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ത്രിപുരയിൽ കടന്നു പോയതിനു ശേഷമാണ് ഈ ഗൺ ഫയറിങ്ങിന്റെ സൗണ്ട്, വെടിവെക്കുന്ന സൗണ്ടുകളൊക്കെ കേൾക്കുവാൻ അത് അങ്ങനെയുള്ള സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുന്ന അവിടെ വെച്ചാണ്. സ്തോത്രം. അന്ന് ഈ 2003 ഒരു ജൂലൈ മാസം ഒരു സന്ധ്യാസമയമാണ്. അത് ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്, ഈവനിങ് മാർക്കറ്റ്. ആ മാർക്കറ്റിൽ ഒരു വലിയ വെടിവെക്കുന്ന സൗണ്ട് കേൾക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴേ ഞങ്ങൾ ചിന്തിച്ചു, ഏതോ ചില അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ, ഏതോ ആർമി അവിടുത്തെ തീവ്രവാദികളുമായിട്ടുള്ള എൻകൗണ്ടർ ഏതാണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ എന്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങൾ അന്ന് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങൾ എന്റെ കുടുംബം അവിടെ ആയിരുന്ന സമയത്താണ് ഈ സംഭവിക്കുന്നത്. സ്തോത്രം. ഏതാണ്ട് ഈ ഫയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് ഒരു വ്യക്തി ഓടി വന്ന് കയറുന്നതായിട്ട് എനിക്ക്, അവിടുത്തെ ഒരു ട്രൈബൽ വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ പലരും അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പസിൽ വരാറുണ്ട്. ഞാൻ ചിന്തിച്ച ഒരു വ്യക്തി കടന്നു വന്ന അയാൾ പോയി കാണുമെന്ന് ഞാൻ ചിന്തിച്ചു. ഞങ്ങളുടെ ഭവനത്തിന്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 2-3 സെക്കൻഡിനകത്ത് തന്നെ ഞങ്ങളുടെ ക്യാമ്പസ് മൊത്തം വന്നിട്ട് ആർമിയും പോലീസുകാരും വന്നിട്ട് ഞങ്ങളെ വളയുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏതോ സംഭവിക്കുന്നല്ലോ കർത്താവേ. അപ്പൊ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വരികയും ആ സമയത്ത് ഒരു ആർമി ഓഫീസർ വന്നിട്ട് എന്റെ കഴുത്തിന് ഗണ്ണ് വെച്ചിട്ട് പറഞ്ഞു, നിന്നെ ഇപ്പൊ വെടിവെച്ച് കൊല്ലും, നിന്റെ ഭവനത്തില് ഒരു തീവ്രവാദിയെ നീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ നീ ഒന്നി വിട്ടുകയറുക, അല്ലെങ്കിൽ നിന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുവാനിടയായി. ഞാൻ മാനസികമായി ഒത്തിരി ആകെ തളർന്നു പോയി. കർത്താവേ, ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ ദേശത്ത് കടന്നു വന്നിട്ട്, ഈ കർത്താവിന്റെ പേരിൽ കൂടെ കടന്നു വന്നിട്ട് ഇപ്രകാരം ഉള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ, ദൈവമേ ഇതെന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒത്തിരി തളർന്നു പോകുവാനിടയായി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറയുവാനിടയായി, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ഇവിടുത്തുകാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഇവിടെയുള്ള തീവ്രവാദികളുമായിട്ട് എനിക്ക് യാതൊരു വിധമായ ബന്ധമില്ല. അദ്ദേഹം അപ്പൊ പറയുവാനിടയായി, നിന്റെ കുടുംബം, നിന്റെ ഭവനം, നിന്റെ റൂമുകൾ ഞങ്ങൾക്ക് പരിശോധിക്കണം എന്ന് പറയുവാനിടയായി. അങ്ങനെ ആ സമയത്ത് തന്നെ അവര് ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരുവാനിടയായി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവിടെയുള്ള തീവ്രവാദികളാണെങ്കിൽ പല സന്ദർഭങ്ങളിൽ അവര് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഗണ്ണും കൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്, തോക്കും കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ കണ്ടതാണ്, അവരെ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ഏതെങ്കിലും ഇവർ പറയുന്നത് ഇവരെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് കൊണ്ടു നടക്കുന്നത്. ഏതെങ്കിലും സമയത്ത് ഒരു ആർമി അല്ലെങ്കിൽ പോലീസുമായിട്ടൊരു എൻകൗണ്ടർ വന്നു കഴിഞ്ഞാൽ അവരും വെടിവെക്കും, അവരെന്തായാലും മരിക്കുമായിരിക്കും. ആ സമയം അതിന് മുൻപായിട്ട് അവർ പലരെയൊക്കെ വെടിവെച്ച് ഇടുക എന്നുള്ള ഒരു വലിയ ടാർഗറ്റാണ്. അങ്ങനെ അതിനുശേഷം അവർ മരിക്കുമായിരിക്കും. അങ്ങനെയാണ് അവർ പലപ്പോഴും അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഞങ്ങളുടെ ഭവനത്തിൽ ഉടനെ ഈ പോലീസ് വന്നിട്ട്, ഞങ്ങളുടെ 2-3 പോലീസുകാർ, ആർമി ഓഫീസേഴ്സ് വന്നിട്ട് ഞങ്ങളുടെ ഭവനം സെർച്ച് ചെയ്യുവാനിടയായി. ഞങ്ങൾക്ക് 2 റൂമുള്ള ഒരു വീടായിരുന്നു. സ്തോത്രം. അവിടുത്തെ ഒരു മണ്ണ് കൊണ്ടൊക്കെ കുത്തിപ്പൊക്കിയ ഒരു വീടാണ്. അവിടെ ആദ്യത്തെ റൂമിൽ കയറിയപ്പോൾ ഒന്നും തന്നെ കാണുവാനിടയായില്ല. അപ്പോൾ തന്നെ കറണ്ട് പോയിരുന്നു. ഞങ്ങൾ എമർജൻസി ലൈറ്റ് എടുത്തുകൊണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് പരിശോധിക്കുവാനിടയായി തീർന്നു. ഞാൻ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ചെറിയൊരു ബോക്സ് ഞങ്ങളുടെ ബെഡിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് ഇങ്ങോട്ട് മാറ്റാൻ എന്റെ വൈഫിനോട് പറയുവാനിടയായി. ആ സമയത്താണെങ്കിൽ ഈ ബോക്സിന്റെ അപ്പുറത്ത് കട്ടിന്റെ അടിയിൽ ഒരാൾ കിടക്കുന്നതായിട്ട് അദ്ദേഹത്തെ കാണുവാനിടയായി തീർന്നു. ആ സമയത്ത് തന്നെ ഏതാണ്ട് 40 റൗണ്ട് വെടി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവനെ വെക്കുവാനിടയായി തീർന്നു. ഒരു പക്ഷേ ഈ ഞങ്ങളുടെ റൂമിൽ ഒളിച്ചിരുന്ന വ്യക്തിയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ട്, ക്രോസ് ഫയറിംഗ് ഉണ്ടായിട്ട് ഞാനും ഞങ്ങളുടെ കുടുംബവും, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബവും ആ സമയത്ത് ഞങ്ങളുടെ ഞങ്ങളെ അവിടെ നിന്ന് വെടിവെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. വളരെ ആ ദിവസങ്ങളിലൊക്കെ വളരെ ദുഃഖത്തോടും പ്രതിസന്ധിയും, പലവിധമായ ദുഃഖങ്ങളും പലവിധമായ പ്രതിസന്ധി നിറഞ്ഞ സമയങ്ങളായിരുന്നു. അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വരുവാനിടയായി. അവരെന്ന് ത്രിപുരയിലാണെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഉഗ്രവാദികളുമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും സഹകരിക്കുകയോ അവർക്ക് വേണ്ട എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നവരായാലും അത് പ്രവർത്തിക്കുന്നവരായാലും ഒരുപക്ഷെ അവർക്ക് പിടിച്ചെന്നെ ജയിലിടാമായിരുന്നു. അവർക്ക് എന്നെ വെടിവെച്ച് കൊല്ലാനുള്ള എല്ലാ ഓർഡറും ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ കൊടുത്തിരിക്കുന്ന സമയങ്ങളായിരുന്നു അവിടെ. ആ സമയത്തൊക്കെ വളരെ തീവ്രവാദികളുടെ വളരെ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ആ സമയങ്ങളൊക്കെ. അതിന്റെ മധ്യമൊക്കെ നിന്ന് കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി വെടിവെക്കുവാനിടയായി. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാത്രമാണ് ഹല്ലേലൂയ ഇന്ന് പലക്കാലവും പിന്നെയും ഞാൻ ഈ ആസാമിന്റെ പ്രദേശത്ത് കർത്താവിന്റെ പേരുടെ മുഖത്ത് ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ കുടുംബമായി ഞങ്ങളെ കർത്താവ് സുരക്ഷിതരായി അവിടെ നിന്ന് ഞങ്ങളെ വെടിവെക്കുവാനിടയായി തീർന്നു. അനേക പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്നു. ഞങ്ങൾ ചിന്തിച്ച് ഞങ്ങളുടെ മേൽ വലിയ കേസൊക്കെ ഉണ്ടാകുമെന്ന്. കാരണം ഒരു ഉഗ്രവാദി ഞങ്ങളുടെ റൂമിൽ വന്ന് ഞങ്ങൾ അവർക്ക് സ്പേസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കാമായിരുന്നു. എന്നാൽ
അതിന് മധ്യം നിന്ന് കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ വെടിവെക്കുവാനിടയായി. പോലീസ് ഓഫീസേഴ്സ് അവിടുത്തെ SP ഒക്കെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായതിൽ ഞങ്ങൾക്ക് ഖേദിക്കുന്നു, നിങ്ങൾ ഇതിനകത്ത് ഇന്നസെന്റ് ആണ് എന്ന് മനസ്സിലായി, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു കേസോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് അവർ പറയുവാനിടയായി. അതിനുശേഷം കുറച്ച് നാളോട് ഞങ്ങൾ അവിടെ ആയിരിക്കാനിടയായി. എന്നാൽ ആ ദിവസങ്ങളിലൊക്കെ പ്രകാരമുള്ള വലിയ മുറിവുകൾ, വലിയ പ്രതിസന്ധികളൊക്കെ ഞങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു. എങ്കിൽ തന്നെയും അതിന് മധ്യേ ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷിയായി ആ സ്ഥലത്ത് നിലകൊള്ളുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിച്ചു, അടിയങ്ങളെ ബലപ്പെടുത്തി. സ്തോത്രം. അതിനുശേഷം ഞാൻ 2003 ആസാമിലേക്ക് കടന്നു വരുവാനിടയായി. ആസാമിന്റെ പല പ്രദേശങ്ങളിലും കർത്താവിന്റെ പേരുടെ മൊത്തമായിരിക്കാനിടയായി. ആ സമയത്ത് ആസാമിൽ കടന്നു വന്ന സമയത്തും ആ സമയത്ത് ഇവിടെ ഉൾഫാ തീവ്രവാദികൾ, അതുപോലെ ബോഡോലാൻഡിൽ ബോഡോ തീവ്രവാദികൾ, അങ്ങനെ പല തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുന്ന സമയമായിരുന്നു ആ സമയങ്ങളൊക്കെയും. എന്നാൽ അതിന് മധ്യമൊക്കെയും ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മിഷൻ ഫീൽഡിലേക്ക് കടന്നു പോകുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് അവർ വന്നിട്ട് ഞങ്ങളുടെ പൈസയൊക്കെ ഡിമാൻഡ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ 1-2 സമയങ്ങളിൽ പൈസ ഡിമാൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഓടിപ്പോകേണ്ട സന്ദർഭങ്ങളൊക്കെ അതുവരെയും ഉണ്ടാകുവാനിടയായി. എന്നാൽ അതിനുശേഷവും പിന്നെയും കർത്താവ് ഞങ്ങളെ മടക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളെക്കുറിച്ചുള്ള ഏത് പ്ലാനാണോ പദ്ധതിയാണോ കർത്താവ് ഞങ്ങളെ കൂടെ ചെയ്തെടുക്കാനുള്ളത് അത് ആ നാളിലൊക്കെയും ചെയ്തെടുക്കാൻ കർത്താവ് സഹായിച്ചു. എന്റെ ജീവിതത്തിൽ വളരെ ദുഃഖകരവും വളരെ നെടുവീർപ്പിന്റെ ചില ദിവസങ്ങൾ അതിനുശേഷം ഉണ്ടാകുവാനിടയായി. 2012 ജൂലൈ മാസം 23-ാം തീയതി ദൈവമക്കളെ, ഞാൻ ആസാമിൽ കാർബിയോങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്, ഒരു പക്ഷേ ആസാമിൽ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, ആസാമിലാണെങ്കിൽ ഒരു കേരളത്തിന്റെ അതേ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ആസാം. അപ്പൊ തന്നെ വനങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. സ്തോത്രം. ഞാൻ ആ സമയത്ത് കാർബിയോങ്കുളം, അതായത് നാഗാലാൻഡ് ആസാം ബോർഡർ ആണ് ഈ കാർബിയോങ്കുളം എന്ന് പറയുന്ന സ്ഥലം. അവിടെ കാർബി ട്രൈബ്സിന്റെ ഇടയ്ക്ക് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2012 ജൂലൈ മാസം 23-ാം തീയതി ഞാൻ അന്നുവരെയും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സംഭവം എന്റെ ജീവിതത്തിലൂടെ ഉണ്ടാകുവാനിടയായി. ആ സമയത്തൊക്കെ ഞങ്ങൾ കാർബി എന്ന ട്രൈബ്സിന്റെ ഇടയ്ക്ക് വളരെ സുരക്ഷിതമായ നല്ല പ്രവർത്തനങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കായാലും അവിടെയുള്ള ഓരോ ട്രൈബൽസിന്റെ ഇടയ്ക്കായാലും പല നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ലപോലെ ചെയ്തുകൊണ്ട് പോരുന്ന സമയമായിരുന്നു. ഞാൻ അന്ന് 2012 ജൂലൈ മാസം 23-ാം തീയതി ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഭവനത്തിൽ അല്പനേരം റെസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു 3-4 പേര് 2-3 പേര് ഒരുമിച്ച് എന്റെ ഭവനത്തിൽ കയറി വരുവാനിടയായി. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങളെ കണ്ട് സംസാരിക്കുവാനായിട്ട് ഞങ്ങൾ വന്നതാണ്, ഞങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് നിങ്ങൾ വെളിയിലോട്ട് വരണമെന്ന് എന്നെ വിളിക്കുവാനിടയായി. അപ്പൊ ഞാൻ അവരുടെ ഭാഷയിൽ തന്നെ, ആസാമീസ് ഭാഷയിൽ തന്നെ പറഞ്ഞു, ബ്രദറെ, കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് വിളിക്കുവാനിടയായി. ഏതാണ്ട് 3-4 മിനിറ്റിനകത്ത് അവര് ഞങ്ങളുടെ റൂമിലേക്ക് വരുവാനിടയായി. എന്നാൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന പലരെയും പല ദൈവദാസന്മാരെയും ഈ കാർബി ട്രൈബിൽപ്പെട്ട ആ സ്ഥലത്ത് ഉള്ളവരെ പലരെയും ഞങ്ങൾക്കറിയാം. എനിക്ക് ഇവരെ നോക്കിയിട്ട് ഇവരാരും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ എനിക്ക് ഏതോ ഒരു കാര്യം മനസ്സിലായി, ഏതോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അന്ന് വരെ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെയുള്ള ലോക്കൽ ദൈവദാസന്മാര്, അവിടെയുള്ള മറ്റ് കാത്തലിക്സ് അച്ഛന്മാര് പലരും പറയും, അച്ഛനെ, പാസ്റ്ററെ സൂക്ഷിക്കണം, നിങ്ങൾ വലിയതിലേക്ക് കടന്നു പോകുമ്പോൾ. ഒരു വലിയ കലുഷിതമായ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. ആ സമയത്തൊക്കെയും ഒരു കാത്തലിക്സ് അച്ഛനെ പിടിച്ചോണ്ട് പോകുവാനിടയായി സമയങ്ങളൊക്കെ ഞാൻ അവരെന്നോട് പറയുവാനിടയായി. ഒത്തിരി പ്രതിസന്ധി ഉള്ള സമയമാണ് ബ്രദറെ, അതുകൊണ്ട് നിങ്ങൾ വില്ലേജിലൊക്കെ കടന്നു പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇവിടുത്തെ തീവ്രവാദികൾ പലപ്പോഴും എന്തും ചെയ്യാൻ മടിക്കാത്ത വ്യക്തികളാണ്. ഒന്നുകിൽ അവർക്ക് പൈസ വേണം, അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു വലിയ സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ പലരും എന്നോട് പറയുവാനിടയായി, പലപ്പോഴും ആണെങ്കിൽ അവർ ആൾക്കാരെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് ആൾക്കാരെ പിടിച്ചോണ്ട് പോയിട്ട് ഏതാണ്ട് 2-3 ദിവസത്തിനകം തന്നെ അവർ ഫൈനലൈസ് ചെയ്യും. അല്ലെങ്കിൽ 2-3 ദിവസത്തിനകം പൈസ കൊടുക്കുക, അല്ലെങ്കിൽ 2-3 ദിവസം അവരെ വെടിവെച്ച് കൊന്ന് അവരെ വനത്തിൽ അവരെ തള്ളിയിട്ട് കടന്നു പോകുന്ന സന്ദർഭങ്ങളൊക്കെ പല ഇൻസിഡന്റും ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. ആ സമയത്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ 2-3 പേര് എന്റെ റൂമിലേക്ക് കടന്നു വന്നവര് എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കുവാനിടയായി. അതിനുശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് വരിക, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കൂടി സംസാരിക്കുമെന്ന് പറയാനിടയായി. അങ്ങനെ ഞാൻ എന്റെ ഭവനത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവർ വെളിയിൽ പോയിട്ട് 3-4 പേര് ഒരുമിച്ച് വരുവാനിടയായി. അതിനുശേഷം അതിന്റെ കൂടെയുള്ള ഒരു വ്യക്തി എന്റെ നേരെ തോക്കെടുത്ത് ചൂട്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം, നിങ്ങൾ ഞങ്ങളുടെ വരണം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ വെട്ടിവെച്ച് കൊല്ലുമെന്ന് പറയാനിടയായി. ഞാൻ ആകെ വളരെ ഒരു വലിയ, കർത്താവേ, ഇതെന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറയുവാനിടയായി. ഒരു വലിയ
പ്രതിസന്ധിയുടെ ആകുവാൻ എന്നെ തന്നെ പകുതി മരിച്ച ഒരു വ്യക്തിയെ പോലെ ആയിത്തീരുവാനിടയായി. ആ സമയത്ത് രണ്ടുപേരും വന്ന് എന്റെ കൈക്ക് പിടിച്ചിട്ട് അവർ കൊണ്ടുവന്ന ഒരു വാഹനത്തിൽ എന്നെ കയറ്റി അവിടെയുള്ള ആസാമിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അരമുക്കാൽ മണിക്കൂർ യാത്ര ചെയ്ത് ഒരു വലിയ വനത്തിന്റെ നടുവിൽ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു ഇതെന്റെ അവസാനത്തെ ദിവസമായിരിക്കുമെന്ന്. സ്തോത്രം. കാരണം അങ്ങനെ പല ഇൻസിഡന്റ് അവിടെ ഞങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ആ സമയത്തൊക്കെയും ഇവിടെ കടന്നു വന്നിട്ടുള്ള ദൈവദാസന്മാർ, നോർത്ത് ഈസ്റ്റിലുള്ള ദൈവദാസന്മാർക്കൊക്കെ ഈ സംഭവങ്ങളൊക്കെ നല്ലപോലെ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇതെന്റെ അവസാനത്തെ ദിവസമായിരിക്കും ആസാമിൽ എന്ന് ചിന്തിക്കുവാനിടയായി. കാരണം പല പല ഇൻസിഡന്റ് അന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അവർ പിടിച്ചോണ്ട് പോകും, വനത്തിന് നടുക്ക് കൊണ്ടുപോയിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം അവരെ വെടിവെച്ച് കൊല്ലുന്ന സന്ദർഭങ്ങൾ പല കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അവര് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങളുടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നിങ്ങളുടെ ആൾക്കാരുടെ കയ്യിൽ ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അവരേതാണ്ട് 60 ലക്ഷം രൂപയാണ് പിടിച്ചോണ്ട് എന്നെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് ചോദിച്ചത്. സ്തോത്രം. അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ തുക ഞങ്ങൾ അതിന് ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ടുണ്ട്. അവര് വിതിൻ 3 ദിവസത്തിനകം പാസ്റ്ററെ അവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യണം, ഞങ്ങൾക്ക് കൊണ്ടുതരണം എന്നുള്ള കാര്യം പറയുവാനിടയായി. ഞാനത് കേട്ടപ്പോൾ ഞാൻ ഒരു പകുതി മരിച്ച വ്യക്തിയെ പോലെ അവരുടെ മധ്യത്തിൽ നിൽക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ എന്നിട്ട് എന്റെ 2 കൈയും പിടിച്ചുകൊണ്ട് അവര് ഏതാണ്ട് 2-3 മണിക്കൂറോളം വനത്തിൽ കൂടെ നടന്ന് വനത്തിന്റെ നടുക്ക് കൊണ്ടുപോയി ഒരു ചെറിയ കുടിലിൽ എന്നെ കൊണ്ടിരുത്തുവാനിടയായി. അത് ഏതാണ്ട് ആസാം നാഗാലാൻഡ് ബോർഡറിലുള്ള സ്ഥലങ്ങളാണ്. ഞാൻ ആ വനത്തിന്റെ നടുക്ക് ഒരു കുടിലിൽ കൊണ്ടിരുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കണം, വിതിൻ 3 ദിവസം നിങ്ങളുടെ ആൾക്കാർ വന്ന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞ പൈസകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും, നിങ്ങളെ ഇവിടെ വെടിവെച്ച് നിങ്ങളുടെ വനത്തിൽ ഞങ്ങൾ തള്ളും, അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് പറയുവാനിടയായി. അന്ന് മുതൽ ആ ദിവസം മുതൽ ഒരു മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഞാൻ അവിടെ അവരുടെ മധ്യയിലായിരിക്കാനിടയായി. ഒരിക്കലും ഇത് എന്റെ ജീവിതത്തിൽ പ്രകാരം സംഭവിക്കുന്ന ഞാൻ ചിന്തിച്ച വ്യക്തിയല്ല. താന്റെ വേലയ്ക്ക് വേണ്ടി കേരളത്തിൽ നിന്നൊക്കെ ഇവിടെ കടന്നു വരും സ്വന്തം ചാർച്ചക്കാരെയും മിത്രങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ കടന്നു വന്ന്, കർത്താവേ ഇതെന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഹല്ലേലൂയ കർത്താവേ ഈ കാർബി സഹോദരങ്ങളുടെ മധ്യ ഞങ്ങൾ ഒത്തിരി കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടല്ലോ, ദൈവമേ എന്നിട്ടും എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പല ചോദ്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി. മരണത്തെ മുഖമുഖം കണ്ടുകൊണ്ടുള്ള നിമിഷങ്ങളായിരുന്നു. അങ്ങനെ ഏതാണ്ട് 7 ദിവസത്തോളം ഞാൻ വനാന്തരങ്ങളിൽ അവരെന്നെ പല പല സ്ഥലങ്ങളിലും വനത്തിന്റെ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് കൊണ്ടിരുത്തുമായിരുന്നു. അവര് പലപ്പോഴും എന്റെ കണ്ണ് അവർ കെട്ടിവെക്കുമായിരുന്നു. പലപ്പോഴും തോക്കെടുത്തിട്ട് ഓരോ ദിവസവും എന്റെ ശരീരത്തിന്റെ പുറകെ വെച്ചിട്ട് അവനോട് പറയുമായിരുന്നു, നിങ്ങളെ ഞങ്ങൾ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുവാനിടയായി തീർന്നു. ആ സമയത്തൊക്കെയും ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങള് പ്രയാസങ്ങൾ വന്ന സമയങ്ങളാണ്. മരണത്തെ മുഖമുഖം കണ്ട നിമിഷങ്ങളാണ്. കർത്താവേ ഇതെന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞ് ഹല്ലേലൂയ ഓരോ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. ഏതാണ്ട് 6 ദിവസത്തോളം ഞാൻ അവരുടെ കൂടെ ആയിരുന്ന സമയത്ത് ഞാൻ 6ാമത്തെ ദിവസം വളരെ ക്ഷീണിതനായി, വളരെ ദുഃഖത്തോടും പ്രയാസത്തോടും അറുമതിയായിരുന്ന സമയത്ത് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനിടയായി, കർത്താവേ ഇനി എനിക്ക് ജീവിക്കുന്നു ക്രിസ്തു, മരിക്കുന്ന ലാഭം. പൗലോസ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥിക്കുവാനിടയായി. ദൈവമക്കളെ ഇത് പറയുവാൻ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഓരോ ദിവസത്തിൽ പറയുവാനുണ്ടെങ്കിൽ തന്നെ സമയക്കുറവുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ് ഞാൻ എളുപ്പം നിർത്താൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ ഓരോ ദിവസം കൊല്ലും എന്ന് പറഞ്ഞ ഒത്തിരി സഹോദരങ്ങൾ, 2-3 സഹോദരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു വ്യക്തി എപ്പോഴും എന്റെ കൂടെ തോക്കുമായിട്ടുണ്ടായിരുന്നു. ഒരു കൂടെയുള്ള എന്നെ പിടിച്ചോണ്ട് പോയ 4 പേര്, അതിനകത്ത് 2 പേരുടെ കയ്യിൽ എപ്പോഴും തോക്കുണ്ട്. എന്നെ ആ വനത്തിന്റെ ഓരോ നടുവിൽ കൊണ്ടിരുത്തിട്ട് ഓരോ ചെറിയ വൃക്ഷത്തിന്റെ മൂട്ടിൽ കൊണ്ടിരുത്തിട്ട് എന്റെ കൈ പുറമോട്ട് കെട്ടിവെക്കുമായിരുന്നു, എന്റെ കണ്ണുകൾ കെട്ടിവെക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി ശാരീരികമായും മാനസികമായും ഒത്തിരി എന്നെ ടോർച്ചർ ചെയ്യുന്ന സമയങ്ങളായിരുന്നു. ആ ദിവസത്തെ അങ്ങനെ ഞാൻ 6ാമത്തെ ദിവസമായപ്പോൾ വളരെ ശാരീരികമായി ക്ഷീണിച്ച് തളർന്ന് മരണത്തെ ഓരോ ദിവസം മുഖമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വരുവാനിടയായി. അല്ലെങ്കിൽ ആ സമയത്തൊക്കെയും എന്നെ തിരഞ്ഞുകൊണ്ട് അനേകര് ആ സമയത്ത് കാർബിയംകുളം ആ ഏരിയയിലുള്ള അവിടെയുള്ള പാസ്റ്റർമാർ, അവിടെ എന്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ വനാന്തരങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ വന്ന് അവർ എന്നെ സെർച്ച് ചെയ്യുവാനിടയായി. അവര് 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞു. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞ് പറഞ്ഞു, ഈ പാസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അവർക്കറിയത്തില്ലെന്ന് പറയുവാനിടയായി. ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ ഞങ്ങൾ മരണ വീട്ടിലെ പ്രകാരമോ ആയിരിക്കുമോ അപ്രകാരമുള്ള വലിയൊരു അനുഭവത്തിലായിരിക്കുവാനിടയായി.
അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയാണ് ഇന്ന് പാലക്കാലം നിങ്ങളുടെ മധ്യ ഞാനായിരിക്കുന്നത്. സ്തോത്രം. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ആറാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം ആ സ്ഥലത്ത് ഇറങ്ങി വരുവാനിടയായി. എന്നെ ദിവസം തോറും കൊല്ലും എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഇനി കരയണ്ട, പാസ്റ്റർ കരഞ്ഞ് പ്രാർത്ഥിക്കണ്ട, പാസ്റ്റർ ഞങ്ങൾ വെടിവെച്ച് കൊല്ലത്തല്ല എന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞു, നീ ഇന്നലെ വരെയും എന്നെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീ കൊല്ലത്തില്ലെന്ന് പറയുന്നത്, സ്തോത്രം, നീ പറയുന്നതല്ല, നിന്നെ കൊണ്ട് പറയിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന്. അങ്ങനെ പറയുവാനിടയായി. സ്തോത്രം. അതിനുശേഷം അവരെനിക്ക് അന്ന് വരെയും അവര് ഇവിടുത്തെ നോർത്ത് ഈസ്റ്റിലെ രീതി പ്രകാരമുള്ള ആഹാരമൊക്കെ എനിക്ക് കൊണ്ടുതരുമായിരുന്നു. ഇവിടുത്തെ ബാംബു ഷൂട്ട് ബാംബുവിന്റെ മുളയുടെ കിളിന്നെടുത്ത് ബോയിൽ ചെയ്ത് എനിക്ക് കൊണ്ടുതരുമായിരുന്നു. തിന്നാനൊക്കെ തോട്ടിലെ വെള്ളം എനിക്ക് തരുമായിരുന്നു കുടിക്കുവാനായിട്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിൽ അവിടെ ആയിരിക്കാനിടയായി. അതിനുശേഷം അവർ ആ തോട്ടിലുള്ള വെള്ളം എനിക്ക് കൊണ്ടുതരുവാനിടയായി. എനിക്ക് മരിക്കാൻ വന്ന വ്യക്തിക്ക് എന്തിനാ ഇനി വെള്ളമൊക്കെ ചിന്തിച്ചാൽ പാസ്റ്റർ എനിക്കറിയണ്ട, ഞങ്ങൾ വെടിവെച്ച് കൊല്ലത്തില്ലെന്ന്. സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിങ്ങളെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് വെടിവെച്ച് കൊല്ലത്തിൽ എന്ന് പറയുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പലക്കാലം നാം സേവിക്കുന്നത്. അതിനുശേഷം പിന്നെ അന്ന് ഏഴാമത്തെ ദിവസം രാവിലെ സമയമായപ്പോൾ, ഏതാണ്ട് 2-3 മണിയായപ്പോൾ അവരെ കൂടെയുള്ള ചില വ്യക്തികൾ എന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് എന്നെ ഒരു മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവരെന്നെ അവിടെ നിന്ന് പിടിച്ചിറക്കി വനത്തിൽ കൂടെ നടത്തി എന്നെ ഒരു വില്ലേജിന്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ആ സമയത്ത് ഞങ്ങളുടെ ആൾക്കാരുമായിട്ടൊക്കെ അവരൊത്തിരി സംസാരിക്കാനൊക്കെ ഇടയായി തീർന്നു. ആ സമയത്ത് അവരൊക്കെ അവിടെ വന്നിപ്പോട്ടായിരുന്നു എന്നെ അവിടുന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുവാനിടയായി. സ്തോത്രം. അങ്ങനെയാണ് ആ വലിയ ജീവിതത്തിൽ അന്ന് വരെയും ചിന്തിക്കാത്ത, അന്ന് വരെ ഒരിക്കലും ചിന്തിക്കുകയോ അല്ലെങ്കിൽ വിചാരിക്കുകയോ ചെയ്യാത്ത അനുഭവത്തിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി എന്നെ വെടിവെച്ചത്. എന്നാൽ ആ വനാന്തരങ്ങളായിരുന്ന ഓരോ ദിവസവും മരണത്തെ മുഖാമുഖം കണ്ട ദിവസങ്ങളായിരുന്നു. മക്കളെ, ഇന്നും കർത്താവിനെ ഈ ദേശത്ത് ആക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ചിന്തിച്ച്, കർത്താവെ, ഞാൻ ആസാമിൽ ഒരിക്കലും അന്ന് പ്രവർത്തിക്കത്തില്ല എന്ന് ചിന്തിച്ച് മനോവേദനപ്പെട്ട് പ്രയാസപ്പെട്ട് എന്റെ മിത്രങ്ങളും എന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, നീ അവിടെ നിന്ന് തിരിച്ചു പോര് എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കർത്താവിന്റെ പേരെ കുറച്ച് നാളായിരുന്നപ്പോൾ, അങ്ങനെ ഞാൻ ഭോപ്പാലിലായിരുന്നപ്പോൾ, ഭോപ്പാൽ ഒരു മിഷനോട് കൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് ദൈവാത്മാ പിന്നെ ഇടപെട്ട് കർത്താവിന്റെ 2-3 ദാസന്മാർ കൂടെ പറയുവാനിടയായി. ഞാൻ ഇന്നൊരു ഉപവാസ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് പറയുവാനിടയായി, നിങ്ങളെ പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് അയക്കുന്നു, നോർത്ത് ഈസ്റ്റിലുള്ള ആ പഴയ സ്ഥലങ്ങളിലേക്ക് അയച്ച് നിങ്ങളെ കർത്താവിന്റെ പേര ദൈവത്തിന്റെ ഹിതപ്രകാരം, അവിടെ ദൈവത്തെ ആലോചന പ്രകാരം ദൈവം നിങ്ങളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു അവിടെ ചെയ്തുപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ 2017 ഞാൻ ആസാമിൽ കടന്നു വരുവാനിടയായി. ദൈവമക്കളെ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഈ ദിവസങ്ങൾ ഞങ്ങളായിരിക്കുന്നത് ബോഡോലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബോഡോ തീവ്രവാദി എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇപ്പോഴൊക്കെ എന്നാലും പണ്ടത്തെ കൂട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയോ പ്രയാസങ്ങളൊന്നും ഇന്നില്ല എങ്കിൽ തന്നെയും ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ചെറിയ സഭയുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ 2 ഒരു പഠിത്തം കഴിഞ്ഞ് ചെറിയ ജോലി ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം ഞങ്ങളെ ഈ ദേശത്താക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അത് ഞങ്ങളെ കൂടെ തെളിച്ചെടുപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനും വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എന്റെ ചെറിയ സാക്ഷ്യം ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഓരോ ദിവസം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുവാൻ സമയമില്ലല്ലോ. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമായിരിക്കും ചെയ്തിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനത്തോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് പ്രകാരം അവസരം തന്ന ദേവദാസനോട് നന്ദി, ഈ മിറക്കിൾ ഹാൻഡ്സ് ഓഫ് മിനിസ്ട്രീസിന് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമായിരിക്കും ചെയ്യുമാറാണ്.